ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ ഗവൺമെൻറ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പാർലമെൻറ്റ്, അതായത് രാജ്യസഭ, ലോകസഭയൊക്കെ വരുന്നില്ലേ, അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഓക്കെ, അപ്പോൾ തെറ്റായതാണേ വേണ്ടത്. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ, തെറ്റാണ് വേണ്ടത്. നോക്കിക്കേ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. ശരി. ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനം വഹിക്കാവുന്നതാണ്. ശരി. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി അല്ല, ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അല്ലേ. അതുകൊണ്ട് സി തെറ്റാണ്. ഡി വായിച്ചു നോക്കൂ. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കും, എന്നാൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിക്ക് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 2. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയാണ് വേണ്ടത്. ആരുമായി ബന്ധപ്പെട്ട്? ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട്. ഫസ്റ്റ് പോയിന്റ് നോക്കൂ. ഭരണഘടനയുടെ അനുച്ഛേദം 63 പ്രകാരം ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം. ബാക്കി 3 ഇവിടെയുള്ളത് കാണുന്നുണ്ടോ? പാർലമെന്റിന്റെ ഇരുസഭകളും സംസ്ഥാന സഭാംഗങ്ങളും ചേർന്ന ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 3. ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം ആണ്. 4. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള പ്രമേയ അവതരണത്തിന് 30 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയിരിക്കണം. ഏതാണ്? ഇതും കൂടി ഉണ്ട് കേട്ടോ. ABCD ഓപ്ഷൻസും കൂടി ഉണ്ട്. ആദ്യം നിങ്ങളിതൊന്ന് വായിച്ചു നോക്കൂ. എല്ലാം കാണാമല്ലോ. ഓക്കെ, എന്നിട്ട് ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കി നോക്കാം. ഭരണഘടനയുടെ അനുച്ഛേദം 63 പ്രകാരം ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാണോ? അതെ, ശരിയാണ്. അടുത്തത് നോക്കൂ. പാർലമെന്റിന്റെ ഇരുസഭകളും സംസ്ഥാന നിയമസഭാ അംഗങ്ങളും ചേർന്ന ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ പാർലമെന്റിന്റെ ഇരുസഭകളൊക്കെ, പക്ഷേ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ വരുന്നില്ല കേട്ടോ. സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്ന് കൊടുത്തതുകൊണ്ട് ഈ സെന്റൻസ് തെറ്റിപ്പോയി. രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റിപ്പോയി. മൂന്നാമത്തത്, ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. ശരിയാണ്. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള പ്രമേയ അവതരണത്തിന് 30 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയിരിക്കണം. 30 അല്ല, 14 ദിവസത്തെ മുൻകൂർ നോട്ടീസാണ് നൽകേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏത് വരും? 1, 3 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക കേട്ടോ. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ക്വസ്റ്റ്യൻ നമ്പർ പോയല്ലോ. കുഴപ്പമില്ല. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? അതെങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ പോയത്? ഓക്കെ, 3ാമത്തെ ചോദ്യമാണെന്ന് തോന്നുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? 2 തവണ രാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ആദ്യമായി പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച രാഷ്ട്രപതിയാണ് ഗ്യാനി സെയിൽ സിംഗ്. ലോകസഭയിൽ വോട്ട് ചെയ്ത ഏക രാഷ്ട്രപതിയാണ് ശങ്കർ ദയാൽ ശർമ്മ. അങ്ങനെ പറഞ്ഞത് തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത് കേട്ടോ. 3ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. ഇനി 4ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രധാനമന്ത്രിയുടെ ചുമതലകളിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. ഓക്കെ, ആരുടെയാണ്? പ്രധാനമന്ത്രിയുടെ കേട്ടോ. 4ാമത്തെ ചോദ്യമാണ്. 4. ഓക്കെ, ലോകസഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു. ആര്? പ്രധാനമന്ത്രി. ശരിയാണ്. മന്ത്രിസഭാ തീരുമാനങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നു. ജനങ്ങളെ അല്ല, ആരെയാണ്? രാഷ്ട്രപതിയെ അറിയിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. അപ്പം തെറ്റായതാണ് നമ്മളോട് ചോദിച്ചത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ്. ബാക്കിയുള്ളത് നോക്കാം. കേന്ദ്ര മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. ശരിയാണ്. ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷത വഹിക്കുന്നു. അതും ശരി. അപ്പോൾ ഏതാണ് തെറ്റിപ്പോയത്? ഓപ്ഷൻ ബി. മന്ത്രിസഭാ തീരുമാനങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നു അല്ല നമ്മൾ പറഞ്ഞത്, രാഷ്ട്രപതിയെ അറിയിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 5ാമത്തെ ചോദ്യം,
പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഉപപ്രധാനമന്ത്രി. ശ്രദ്ധിക്കുക, ഉപപ്രധാനമന്ത്രി എന്നാണ് ചോദിച്ചത്. ആകെ 7 ഉപപ്രധാനമന്ത്രിമാരെങ്ങനെ ആയിട്ടുള്ളൂ. അതിൽ പദവിയിലിരിക്കെ അന്തരിച്ചത് ആരാണ്? അതെ, സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരാണ്? ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആര് തന്നെ? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കാലം ഉപപ്രധാനമന്ത്രി ആയതും ആര് തന്നെ? സർദാർ വല്ലഭായ് പട്ടേൽ. പിന്നെ എന്തും കൂടി പഠിച്ചു? പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഉപപ്രധാനമന്ത്രി ചോദിച്ചാലും സർദാർ വല്ലഭായ് പട്ടേൽ. എന്നാൽ ഉപപ്രധാനമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രി ആയത് ആരാന്നറിയാവോ? ഉപപ്രധാനമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രി ആയത് മൊറാർജി ദേശായി ആണ്. മൊറാർജി ദേശായി. ഓക്കെ, ഉപപ്രധാനമന്ത്രി പദം രാജിവെച്ച ആദ്യ വ്യക്തിയും മൊറാർജി ദേശായി തന്നെയാണ്. ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ. അവസാനത്തെ ഉപപ്രധാനമന്ത്രിയാണ് എൽ കെ അദ്വാനി. ഏറ്റവും അവസാനത്തെ ഉപപ്രധാനമന്ത്രിയാണ് എൽ കെ അദ്വാനി. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ ഈ ഒരു പദവിയെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല? പ്രതിപാദിക്കുന്നില്ല കേട്ടോ. ഉപപ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു പദവിയെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. ഓക്കെ, 6ാമത്തെ ചോദ്യം നോക്കൂ. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണർക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ്. ശ്രദ്ധിക്കുക, ഓർഡിനൻസ് ആരതാ പറഞ്ഞത്? ഗവർണറുടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി വരും. അനുച്ഛേദം 213. 123 ആണെങ്കിൽ അത് ആരാണ്? അതെ, പ്രസിഡന്റിൻ്റെ ആണ് 123 കേട്ടോ. 123 ചോദിച്ചാൽ പ്രസിഡന്റ്. ഓക്കെ, അടുത്തത് 7ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണെന്ന് കേട്ടോ. എല്ലാം കാണാലോ. ഓക്കെ, 1 മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ. 2 ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ. സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ. സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ. എല്ലാം വരുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഏത് പറയാം? ഓപ്ഷൻ സി പറയാം. 1, 2, 3, 4 എന്നിവ. 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി കേട്ടോ. എല്ലാം വരുന്നുണ്ട്. 8ാമത്തെ ചോദ്യം നോക്കൂ. ചുവടെ നൽകിയിരിക്കുന്ന ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അധികാര ശ്രേണിയെ അവരോഹണ ക്രമത്തിൽ എഴുതുക. അവരോഹണ ക്രമമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അപ്പോൾ വലുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? സുപ്രീം കോടതിയാണ് 1. 2ാമത്തത് അപ്പോൾ ആര് വരും? ഹൈക്കോടതി വരും. 3ാമത്തത് ജില്ലാ കോടതി വരും. അപ്പം തന്നെ നമുക്ക് കിട്ടി. മറ്റേത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, കാരണം 3, 1, 5 അങ്ങനെ തുടങ്ങുന്നത് ഇതേ ഉള്ളൂ അല്ലേ? 3, 1, 5 അല്ല അല്ലേ? ഇവിടെ ഒന്നുണ്ട് അല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തായാലും ഓപ്ഷൻ ബി ആണ് വരിക. കാരണം ജില്ലാ കോടതി കഴിഞ്ഞാൽ ആരാ വരിക? സബ് കോടതിയാണ് 4 വരിക. പിന്നെ മജിസ്ട്രേറ്റ് കോടതിയാണ് 5ാമത്തെ വരുന്നത്. അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് വരുമ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വരിക, അതായത് ഏറ്റവും ടോപ്പിൽ വരിക സുപ്രീം കോടതി. അതിൻ്റെ താഴെ വരുന്നത് ഹൈക്കോടതി. അതിൻ്റെ താഴെ വരുന്നത് ജില്ലാ കോടതി. പിന്നെ വരുന്നത് സബ് കോടതിയാണ്. അതിൻ്റെ താഴെയാണ് ആര് വരിക? മജിസ്ട്രേറ്റ് കോടതി വരിക. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി വരും കേട്ടോ. 3, 1, 5, 4, 2 എന്ന് വരും. ഓക്കെ, അടുത്ത ചോദ്യം. പാർലമെന്റ് പാസ്സാക്കി അയക്കുന്ന ബില്ല് അനിശ്ചിത കാലത്തേക്ക് തടഞ്ഞു വെക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം എന്താണ് അറിയപ്പെടുന്നത്? പാർലമെന്റ് ബില്ല് പാസ്സാക്കി രാഷ്ട്രപതിൻ്റെ അടുത്തെത്തുമല്ലോ. രാഷ്ട്രപതി അത് ഒപ്പുവെക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുമല്ലോ. അങ്ങനെ അത് തടഞ്ഞു വെക്കുവാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ നമുക്ക് എന്ത് പറയാം? പോക്കറ്റ് വീറ്റോ എന്ന് പറയാം. പോക്കറ്റ് വീറ്റോ. അബ്സല്യൂട്ടും സസ്പെൻസീവ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അതിലൊന്നാണ് പോക്കറ്റ് വീറ്റോ. അങ്ങനെ തടഞ്ഞു വെക്കാനുള്ള അധികാരമാണ് പോക്കറ്റ് വീറ്റോ. ഗ്യാനി സെയിൽസിങ്ങിൻ്റെ ഒക്കെ നമ്മൾ പഠിച്ച. 10 ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും താഴ്ന്ന കോടതി മുൻസിഫാണോ മജിസ്ട്രേറ്റ് ആണോ? ഹൈക്കോടതിയും ജില്ലാ കോടതിയും അല്ല. മുൻസിഫാണോ മജിസ്ട്രേറ്റ് ആണോ? ഓപ്ഷൻ സി മജിസ്ട്രേറ്റ് കോടതിയാണ്. 10 ഓപ്ഷൻ സി മജിസ്ട്രേറ്റ് കേട്ടോ. 11 അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ജോഡികളിൽ ശരിയായവ ഏതെല്ലാം? അടിയന്തരാവസ്ഥ നമുക്ക് 3 എണ്ണം ഉണ്ടെന്നറിയാം. ദേശീയം, സംസ്ഥാനം, സാമ്പത്തികം. ആ ഒരു ഓർഡറിലാണ് നമ്മൾ പഠിച്ചേ. അപ്പോൾ ആദ്യം വരിക ഏതായിരിക്കും? ആർട്ടിക്കിൾ 352 ആണ് ദേശീയം വരിക. സംസ്ഥാനം വരിക 356 ആണ് വരിക. സാമ്പത്തികം വരിക 360 ആണ്. അപ്പോൾ ഇതിൽ
ശരിയായതാ ചോദിച്ചേ 360, അത് 360 തന്നെയാണ് കൊടുത്തത്. ബാക്കി രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ശരിയായത് ഏത് മാത്രമേ ഉള്ളൂ, മൂന്നാമത്തത് മാത്രമേ ശരിയായിട്ടുള്ളൂ. സാമ്പത്തിക അടിയന്തരാവസ്ഥ മാത്രമേ ഇവിടെ ശരിയായി കൊടുത്തിട്ടുള്ളൂ. ബാക്കി ശരിയാക്കിയിട്ട് പഠിക്കണേ. 12ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. നിയമനിർമ്മാണം ലോകസഭ രാജ്യസഭ മാത്രമല്ല, ലോകസഭ ഒറ്റയ്ക്കല്ല, ലോകസഭ രാജ്യസഭ ഇവിടം വരെ ഓക്കെ. പിന്നെ കേന്ദ്ര മന്ത്രിസഭയാണോ രാഷ്ട്രപതിയാണോ വരിക? രാഷ്ട്രപതിയാണ് വരിക അല്ലേ. നിയമനിർമ്മാണം എന്ന് പറയുമ്പം 12 ഓപ്ഷൻ ഡി ആണ് വരിക. 13 ചുവടെ പറയുന്നവയിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നവയിൽ ഉൾപ്പെടാത്തതേത്? അതായത് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതിയിൽ ഇലക്ഷൻ നടക്കുന്നതിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാവോ? ഓപ്ഷൻ എ രാജ്യസഭ, ഓപ്ഷൻ ബി ലോകസഭ, ഓപ്ഷൻ സി സംസ്ഥാന നിയമസഭ, ഓപ്ഷൻ ഡി പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇതാട്ടോ, ഇവിടെയാണ് അത് രണ്ടും. ഇതാണ് ഓപ്ഷൻസ്. ഏതാണ്? രാജ്യസഭയാണ് അല്ലേ. ബാക്കി എല്ലാത്തിലും പ്രത്യക്ഷമാണ്. ലോകസഭ, സംസ്ഥാന നിയമസഭ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ പ്രത്യക്ഷമാണ്. രാജ്യസഭയിൽ പ്രത്യക്ഷമാണോ? അല്ല. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാന ഗവർണറുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി. ഗവർണറാണേ, കാണാലോ. ഇത് ശരിയാക്കിയിട്ട് നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഒരു സംസ്ഥാനത്തെ എല്ലാ എക്സിക്യൂട്ടീവ് നടപടികളും ഗവർണറുടെ പേരിൽ പ്രകടിപ്പിക്കേണ്ടതാണ്. 2 ഗവർണറെ സഹായിക്കാനും ഉപദേശിക്കാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ കൗൺസിൽ ഉണ്ടായിരിക്കും. 3 ഗവർണർ മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നു. 4 ഗവർണറായി നിയമനത്തിന് അർഹതയുള്ള വ്യക്തി 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരനായിരിക്കണം. ഏതാണ്? നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത്തത് വായിക്കൂ. ഒരു സംസ്ഥാനത്തെ എല്ലാ എക്സിക്യൂട്ടീവ് നടപടികളും ഗവർണറുടെ പേരിൽ പ്രകടിപ്പിക്കേണ്ടതാണ്. ഓക്കെ. 2 ഗവർണറെ സഹായിക്കാനും ഉപദേശിക്കാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ കൗൺസിൽ ഉണ്ടായിരിക്കണം. അതും ശരി. 3 ഗവർണർ മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നു. ഓക്കെ. ഗവർണറായി നിയമനത്തിന് അർഹതയുള്ള വ്യക്തി 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരനായിരിക്കും. വായിച്ചു പോകുമ്പോൾ ശരിയെന്ന് തോന്നും. 30 അല്ല, നമ്മൾ പഠിച്ചത് എത്രയാണ്? 35ആണ്. അതുകൊണ്ട് 4 തെറ്റാണ്, ബാക്കി 3ഉം ശരിയാണ്. അപ്പോൾ 1, 2, 3 അതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കേട്ടോ. ഓക്കെ, 4ാമത്തത് എന്താ തെറ്റിയെന്ന് ഞാൻ പറഞ്ഞു. 14 ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞാൻ തൊഴിൽ വാർത്തയിലെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. വായിക്കണോ വേണ്ടയോ എന്നാണ് ആലോചിക്കുന്നത്. ഇത്രയോ ഉണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, വായിക്കണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻ ഹൈഡ് ചെയ്തിട്ട് ചോദിക്കുമല്ലോ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. എന്തായാലും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദ ബെസ്റ്റ്. ആർക്കും ഹോൾ ടിക്കറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഇനി വരുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, ശരി. താങ്ക് യു.